ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. അബോർഷൻ എന്നത് ഇന്നത്തെ കാലത്തൊരു സാധാരണ സംഭവമായിട്ടാണ് കാണുന്നത്. എന്നാൽ അബോർഷൻ എന്നത് ഏത് സ്ത്രീയെയും മാനസികമായും ശാരീരികമായും തളർത്തുന്ന ഒന്നാണ്. ഇതിൽ നിന്ന് കരകയറാൻ തന്നെ പല മാസങ്ങളോളം എടുക്കും. അബോർഷൻ പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. ആദ്യ മാസങ്ങളിൽ തന്നെ അബോർഷനായി പോകുന്നവരുണ്ട്. ചിലരില് അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം കാരണം അബോർഷനാകാം. ചിലരാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ അബോർട്ട് ചെയ്യുന്നവരും ഉണ്ട്. എന്നാൽ ഇങ്ങനെ അബോർഷൻ സംഭവിക്കുന്നതിന്റെ കാരണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ചില സമയങ്ങളിലാണെങ്കിൽ ഡോക്ടർ തന്നെ അബോർഷൻ നിർദ്ദേശിക്കാറുമുണ്ട്. ചിലരിലാണെങ്കിൽ സ്വയം, അതായത് തനിയെ തന്നെ അബോർഷൻ ആകുവാനുള്ള സാധ്യതയും ഉണ്ട്. ഇതിനെന്തൊക്കെയാണ് കാരണമെന്ന് ആദ്യം നോക്കാം. ഗർഭത്തിലെ ആദ്യത്തെ 3 മാസങ്ങളിൽ തന്നെ അബോർഷന് ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യ 3 മാസം കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. അശ്രദ്ധ കൊണ്ടും പലപ്പോഴും അബോർഷൻ സംഭവിക്കാം. എന്നാൽ ചിലരില് ശരീരം സ്വയം ഗർഭത്തെ പുറന്തള്ളുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ചില ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണമായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ളവര് ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുന്ന നല്ലതായിരിക്കും. കാരണം ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ചിലർക്ക് ചെറിയ രീതിയിലുള്ള ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചിലരിലാണെങ്കിൽ ക്രോമോസോം സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടും ചിലപ്പോൾ അബോർഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് അണ്ഡത്തിന്റെയോ ബീജത്തിലോ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ, ക്രോമോസോം തകരാറുണ്ടെങ്കിൽ ഡോക്ടർമാർ തന്നെ അബോർഷന് വേണ്ടി നിർദ്ദേശിക്കാറുണ്ട്. അല്ലെങ്കിൽ ജനിക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും തകരാറ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലരിലാണെങ്കിൽ പ്രായം കൂടുന്തോറും പ്രശ്നങ്ങൾ കാരണം, പ്രായമായ പ്രശ്നങ്ങൾ കാരണം, അതായത് 35 വയസ്സിന് മുകളിലുള്ളവരില് അബോർഷൻ സാധ്യതയും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ശാരീരിക വൈകല്യങ്ങൾ കുട്ടികളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗർഭകാലത്ത് സ്ത്രീകൾക്ക് പ്രമേഹം കൂടുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത് ഒരു പരിധിവരെ അബോർഷന് കാരണമാകുന്നുണ്ട്. ഇത് കുട്ടികളിലും പ്രമേഹം ഉണ്ടാക്കാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ തൈറോയ്ഡ് ഉള്ള സ്ത്രീകളിലും അബോർഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യൂട്രസിന്റെ ആരോഗ്യവും അബോർഷന് കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഗർഭിണിയാവാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഗർഭത്തിന് മുൻപ് വിശദമായ ഒരു പരിശോധന എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സായി രേഖപ്പെടുത്തുക. നന്ദി.